ഹായ്, എല്ലാവർക്കും സാറാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പതിവ് പോലെ സെയിൽ വീഡിയോ തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യുക. DTDC വഴിയായിരിക്കും നമ്മൾ പ്ലാൻസ് അയയ്ക്കുക. കഴിഞ്ഞ വീക്കിൽ നമ്മളൊരു ഓഫർ സെയിൽ വീഡിയോ കൊണ്ടുവന്നിരുന്നു. വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു ആ ഒരു വീഡിയോയ്ക്ക്. ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. മെസ്സേജസിൻ്റെ എണ്ണം കൂടിയത് കൊണ്ട് തന്നെ നമുക്ക് പലർക്കും കൃത്യമായിട്ട് റിപ്ലൈ ചെയ്യാൻ കഴിഞ്ഞില്ല. ആദ്യം തന്നെ ഞാനതിന് ക്ഷമ ചോദിക്കുന്നു. ഇതിന് മുമ്പൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മെസ്സേജസിനെല്ലാം റിപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഈ തവണ നമുക്ക് മെസ്സേജസ് ഒരുപാട് വന്നതുകൊണ്ട് എനിക്കത് മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ പ്ലാൻസ് കിട്ടാത്തത് വിഷമിക്കേണ്ട, നമ്മൾ ഇനിയും ഓഫേഴ്സുമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന ഫസ്റ്റ് പ്ലാന്റ് വള്ളിപ്പിച്ചിയാണ്. നല്ല സ്മെല്ലുള്ള പൂക്കളാണ് വള്ളിപ്പിച്ചിയുടേത്. അപ്പോൾ ഇതൊരു ക്രീപ്പർ ആയതുകൊണ്ട് തന്നെ പടർത്തി വിട്ട് വളർത്താൻ സൗകര്യമുള്ളവർക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് പിച്ചി. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 70 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് യെല്ലോ മെലസ്റ്റോമയുടെ തൈകളാണ്. തൈകളെന്ന് പറയാൻ കഴിയില്ല, അത്യാവശ്യം നല്ല വലുപ്പമുള്ള മുട്ടുകളും പൂക്കളും ഒക്കെ ആയി തുടങ്ങിയ പ്ലാന്റാണ്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും നമ്മൾ അയക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ യെല്ലോ മെലസ്റ്റോമയുടെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 90 രൂപയാണ്. അടുത്തത് നമുക്ക് വരുന്നത് ഹൈഡ്രേഞ്ചിയ പ്ലാന്റ് ആണ്. ഹൈഡ്രേഞ്ചിയയുടെ ബ്ലൂ കളർ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് നാൾ പൂക്കൾ ഇതുപോലെ നിൽക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഹൈഡ്രേഞ്ചിയ. അപ്പോൾ ഹൈഡ്രേഞ്ചിയയുടെ ഈ കാണുന്ന സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സെയിലിനുള്ളത്. 90 രൂപയാണ് ഇതിനും റേറ്റ് വരുന്നത്. ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. അടുത്ത പ്ലാന്റ് വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ്. നമ്മുടെ കാപ്പിപ്പൂവിൻ്റെ പൂക്കളോട് സാമ്യമുള്ള പൂക്കളാണ് ഈ ഒരു പ്ലാന്റിൻ്റേത്. പക്ഷേ കളറിൽ വ്യത്യാസമുണ്ട്. നല്ലൊരു പിങ്ക് നിറത്തിലുള്ള പൂക്കളാണ്. വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയാണ് പൂക്കൾ നേരിട്ട് കാണാനായിട്ട്. ഇതുപോലെ നിറയെ ചെടി നിറച്ച് പൂക്കൾ വരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ നമുക്കിത് ചെറിയ ചട്ടിയിലൊക്കെ വളർത്താൻ കഴിയുന്ന ഒരു പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഇത് നമ്മളിപ്പോൾ പൂക്കളുള്ള ഒരു പ്ലാന്റ് കാണിക്കാനായിട്ട് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഏകദേശം ഈ ഒരു സൈസിലായിരിക്കും പ്ലാന്റ് വരിക. ഈ പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്നത് ചൈന ഡോൾ പ്ലാന്റ് ആണ്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഒരു നിത്യഹരിത ചെടിയാണിത്. കാരണം എല്ലാ സമയത്തും ഇതുപോലെ പച്ചപ്പിൽ തന്നെ ചെടി നിൽക്കും. നമുക്ക് ഇൻഡോറിൽ വെക്കാം. അതല്ലെങ്കിൽ ഒരുപാട് സൺലൈറ്റ് കിട്ടാത്ത ഏരിയയിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 70 രൂപയാണ്. ഇതിൻ്റെ ചെറിയ സൈസിലുള്ള പ്ലാന്റ്സ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അതും നമുക്ക് അവൈലബിൾ ആണ്. ഇനിയുള്ള പ്ലാന്റ് വരുന്നത് കൂഫിയ പ്ലാന്റ് ആണ്. കൂഫിയയുടെ ഈ കാണുന്ന നിറത്തിൽ പൂക്കളും അതുപോലെ തന്നെ ഇലകളും വരുന്ന പ്ലാന്റ് ആണ്. ഇതിന് 30 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഗ്ലോവൈൻ ആണ്. ഗ്ലോവൈൻ്റെ പൂക്കൾ നല്ലൊരു വയലറ്റ് കളറിലാണ് പൂക്കൾ വിരിയുക. നല്ല വലുപ്പമുള്ള പൂക്കളാണ് ഇതിൻ്റേത്. ഇതുപോലെ കൊലകളായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഗ്ലോവൈൻ. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റാണ് ഗ്ലോവൈൻ. ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകളാണ്. അപ്പോൾ ഇതിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഒരു വാട്ടർ പ്ലാന്റ് ആണ്. വാട്ടർ പോപ്പി എന്നാണ് ഇതിൻ്റെ പേര്. നല്ല ഭംഗിയായിട്ട് മഞ്ഞ നിറത്തിൽ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് സെയിലിനായിട്ട് കൊണ്ടുവരുന്നത്. ഇടയ്ക്ക് നമുക്ക് ഈ ഒരു പ്ലാന്റ് മുഴുവനായിട്ട് നശിച്ചു പോയിരുന്നു. വീണ്ടും പ്ലാന്റ്സ് നമ്മൾ എത്തിച്ചതാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് സെയിലിനുള്ളത് പനാമ റോസിൻ്റെ ഈ ഒരു ഓറഞ്ച് കളറ് പൂക്കൾ വിരിയുന്ന പ്ലാന്റ്. നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണിത്. നമ്മൾ എപ്പോഴൊക്കെ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായ ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ പൂക്കൾക്ക് നല്ല കട്ടിയാണ്. അതുപോലെ തന്നെ ഇലകൾക്കും ഒരുപാട് ദിവസം ഇതുപോലെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാണ് പനാമ റോസിൻ്റേത്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഇതേപോലെ മുട്ടുകളും അതോടൊപ്പം പൂക്കളും ഒക്കെ ആയ പ്ലാന്റാണ്. 80 രൂപയാണ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരിക.
ഇനിയുള്ള പ്ലാന്റ് വരുന്നത് നിക്കോഡിയ പ്ലാന്റ് ആണ്. നിക്കോഡിയ പ്ലാന്റിൻ്റെ പൂക്കളാണിത്. മിക്കവർക്കും അറിയാവുന്ന ഒരു ചെടിയാണ് നിക്കോഡിയ. ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ലാത്ത നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ്. ഇതാണ് ഇതിൻ്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ്. എപ്പോഴും ഒരു വാടിയ പരുവത്തിലായിരിക്കും ഇലകൾ നിൽക്കുക. പക്ഷേ പ്ലാന്റ് ഒരുപാട് സൺലൈറ്റ് വേണ്ട പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഈ പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് പെലോണിയ റെപ്പൻസ്, വാട്ടർമെലൺ റെപ്പൻസ്, അതല്ലെങ്കിൽ സ്മോക്കിംഗ് റെപ്പൻസ് എന്നൊക്കെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിൻ്റെ പൂക്കൾ വിരിയുന്ന സമയത്ത് പൂക്കളിങ്ങനെ പൊട്ടി വിടരുമ്പോൾ പുക പോലെ മുകളിലേക്ക് ഉയരുന്നത് കാണാം. അതുകൊണ്ടാണ് സ്മോക്കിംഗ് റെപ്പൻസ് എന്ന പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാന്റിന് 15 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനായിട്ടുള്ളത് റോസ്പോളിയ പ്ലാന്റ് ആണ്. നല്ല പിങ്ക് നിറത്തിൽ ഇതുപോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് റോസ്പോളിയ. നമുക്കതൊരു കുറ്റിച്ചെടിയായിട്ട് ചെറിയ പോട്ടിൽ വരെയും വളർത്തിയെടുക്കാവുന്നതാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇത് സീസണലല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് മിക്കവാറും സമയത്തെല്ലാം പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഫിലോഡെൻഡ്രോൺ ഓക്സിക്കാർഡിയം ഗ്രീൻ ആണ്. ഇതുപോലെ ഹാർട്ട് ഷേപ്പിൽ ലീഫ് വരുന്ന പ്ലാന്റ് ആണ്. ഇതിന് 20 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഫയർ ക്രാക്കറിൻ്റെ ഈ ഒരു വൈറ്റ് കളറ് പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ്. ഫയർ ക്രാക്കറിൻ്റെ പ്ലാന്റ്സിന് എല്ലാ സമയത്തും നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ റെഡ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ആവശ്യമുള്ളവർ വാട്സപ്പിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മളിന്ന് വീഡിയോയിൽ വൈറ്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വൈറ്റിൻ്റെ ഇതായി കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ്. ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ നാടൻ ഡബിൾ പെറ്റൽ പെറ്റൂണിയയുടെ തൈകളാണ്. വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റേത് നമ്മുടെ കയ്യിൽ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ചോദിച്ചോളുക. ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതേ സൈസിൽ വരുന്ന പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനായിട്ടുള്ളത് പാസിഫ്ലോറയുടെ ഈ ഒരു ബ്ലൂ കളറ് ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് നമ്മൾ ആദ്യമായിട്ടാണ് സെയിലിന് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ നട്ടിരിക്കുന്നത് ഒരു പോട്ടിലാണ്. പോട്ടിൽ നട്ടിട്ട് ഇതുപോലെ സ്റ്റിക്കൊക്കെ കൊടുത്തിട്ടാണ് ഇത് പടർത്തി വിട്ടിരിക്കുന്നത്. അപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്കും ഈ ഒരു പ്ലാന്റ് നടാവുന്നതാണ്. ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് സ്ഥലമില്ലാത്തത് കൊണ്ട് പ്ലാന്റ്സ് വാങ്ങിക്കാതിരിക്കേണ്ട. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഇതേ സൈസിൽ വരുന്ന പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരുന്നത് പാസിഫ്ലോറയുടെ തന്നെ റെഡ് കളറിൽ ഫ്ലവർ വിരിയുന്ന പ്ലാന്റ് ആണ്. നല്ല ഡാർക്ക് റെഡാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുക. പാസിഫ്ലോറയുടെ 3 കളേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ട്. ഈ 2 കളേഴ്സാണ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനും 60 രൂപ തന്നെയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് മണിമുല്ലയുടെ തൈകളാണ്. പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വാങ്ങാൻ ആഗ്രഹിക്കുന്ന, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റാണ് മണിമുല്ല. അപ്പോൾ ഇതിൻ്റെ പൂക്കളുടെ ഭംഗി നമ്മൾ എത്ര കണ്ടാലും മതിവരാത്ത തരത്തിലുള്ള പൂക്കളാണ്. ഇതാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. അപ്പോൾ ഇതിന് 50 രൂപയാണ് റേറ്റ് വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുക. അടുത്തത് ഒരു പോത്തോസ് വെറൈറ്റിയാണ്. നിയോൺ പോത്തോസ് ആണിത്. അപ്പോൾ ഈ പ്ലാന്റിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് മൾട്ടി ക്രോട്ടൺ പ്ലാന്റ് ആണ്. ഇത് സാധാരണ ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പ് ക്രോട്ടൺ പ്ലാന്റ് അല്ല. നമുക്ക് ചട്ടിയിലൊക്കെ ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ കഴിയുന്ന ടൈപ്പ് ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 65 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തത് ശംഖുപുഷ്പത്തിൻ്റെ തൈകളാണ് നമുക്ക് സെയിലിനുള്ളത്. ഈ ഒരു ഡബിൾ പെറ്റൽ ബ്ലൂ കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്.
ഒരുപാട് പേര് വീഡിയോയിൽ കണ്ടിട്ട് ഈ ഒരു പ്ലാന്റിൻ്റെ തൈകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. ഇപ്പോൾ നമുക്ക് വളരെ കുറച്ച് തൈകൾ ആയിട്ടുണ്ട്. ഇതുപോലെ പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പ്ലാന്റ്സിൽ. നമ്മളിത് ടോപ്പ് നുള്ളി വിട്ടിട്ടാണ് ഇതുപോലെ ബ്രാഞ്ചസ് ആക്കി എടുക്കുന്നത്. നമുക്കില്ലെങ്കിൽ അയക്കാനത് ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് വള്ളി നീണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരുന്നത് ക്യാറ്റ്സ് ക്ലോ ആണ്. ക്യാറ്റ്സ് ക്ലോയുടെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനുള്ളത്. എല്ലാ പ്ലാന്റ്സിലും പൂക്കളും മുട്ടകളും ആയിട്ടില്ല. അപ്പോൾ ഈ പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് എപ്പീസിയ പ്ലാന്റ് ആണ്. നല്ലൊരു റെഡ് കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഷിമ്മറിങ് റെഡ് എന്നാണ് ഈ ഒരു എപ്പീസിയയുടെ പേര് വരുന്നത്. ഇതുപോലെ സിൽവർ കളറും അതുപോലെ തന്നെ ഒരു റെഡ് കളറും ഒക്കെ ചേർന്നാണ് ലീഫിൽ വരിക. ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരിക. അടുത്തതും ഒരു എപ്പീസിയ പ്ലാന്റ് തന്നെയാണ്. ചോക്ലേറ്റ് എപ്പീസിയ ആണിത്. ഇതിലും റെഡ് കളറിലുള്ള ഫ്ലവറാണ് വരിക. 30 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഹാങ്ങിങ് കാഷ്വറീനയാണ്. ഇതേ സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയക്കുക. അപ്പോൾ ഈ പ്ലാന്റിന് 180 രൂപയാണ് റേറ്റ് വരിക. അടുത്തായിട്ട് നമുക്ക് സെയിലിനുള്ളത് സ്റ്റോക്സ് പ്ലാന്റ് ആണ്. സ്റ്റോക്സിൻ്റെ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ്സ് തന്നെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. 65 രൂപയാണ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ്. ഇന്ന് നമുക്ക് ഇത്രയും പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. ഇനി വരുന്ന ഓർഡേഴ്സ് നമ്മൾ നെക്സ്റ്റ് വീക്കിൽ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ടായിരിക്കും അയക്കുക. നമുക്ക് പെൻഡിങ് ഉള്ള ഓർഡേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ്. ഇനിയും നമുക്ക് ഒരുപാട് നല്ല നല്ല പ്ലാന്റ്സ് സെയിലിനായിട്ട് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുടങ്ങാതെ കാണുക. ചൊവ്വ വെള്ളി ദിവസങ്ങളിലായിരിക്കും നമ്മുടെ വീഡിയോസ് വരിക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നോളും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ടാറ്റാ.